ഐ ബി ഡിയും ഐ ബി എസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഐ ബി എസും ഐ ബി ഡിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഐ ബി എസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ആണ്. ഐ ബി ഡി ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ആണ്. ഐ ബി എസിൽ നമ്മുടെ കുടലിന് സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു പ്രശ്നവുമില്ല. ഐ ബി എസ് ഒരു ഫങ്ഷണൽ ഡിസോർഡർ ആണ്. നമ്മുടെ കുടലിന്റെ ചലനശേഷിയിലോ കുടലിന്റെ സെൻസിറ്റിവിറ്റിയിലോ ഒക്കെ ഉണ്ടാകുന്ന ഒരു മാറ്റം. എന്നാൽ ഐ ബി ഡി നമ്മുടെ കുടലിൽ സ്ട്രക്ചറൽ ആയിട്ടുള്ള മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ്. അവിടെ അൾസേഴ്സ് ഉണ്ടാകാം, നീർക്കെട്ടുകളൊക്കെ ഉണ്ടാകാം. ലക്ഷണങ്ങളിലും നല്ല മാറ്റം ഉണ്ടാകും. തുടക്കത്തിൽ ഒരുപക്ഷെ ലക്ഷണങ്ങൾ ഒരുപോലെ ആയിരിക്കാം. ഡയറി ആയിട്ടോ കൂടുതൽ വയറ്റിന്ന് പോകുകയോ വയറ്റിന്ന് പോകുന്നതിൽ കഫം കാണുകയോ ഒക്കെ ചെയ്യാം. ഐ ബി ഡിയിൽ വയറ്റിന്ന് പോകുന്നതിൽ ബ്ലഡ് രക്തം കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഐ ബി ഡിയിൽ ശരീരം മെലിച്ചിലുണ്ടാക്കും, വെയിറ്റ് ലോസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. ഐ ബി എസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഐ ബി ഡി കൂടുതൽ സങ്കീർണതകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള, കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഐ ബി എസ് ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുമെങ്കിലും മറ്റു സങ്കീർണതകൾ ഉണ്ടാക്കുന്ന ഒരു അസുഖമല്ല ഐ ബി എസ്. എന്നാൽ ഐ ബി ഡി ശരിയായ രീതിയിൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ലെങ്കിൽ, മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക്, സങ്കീർണതകളിലേക്ക് എത്തിവെക്കുന്ന ഒരു അസുഖമാണ് ഐ ബി ഡി എന്ന് മനസ്സിലാക്കുക. കൊളോണോസ്കോപ്പി ചെയ്ത് നോക്കുമ്പോൾ കുടലിനുള്ളിൽ അൾസേഴ്സോ നീർക്കെട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷണങ്ങൾക്ക് കാരണം ഐ ബി എസ് ആകാം. എന്നാൽ അൾസേഴ്സോ നീർക്കെട്ടുകളോ ഇൻഫെക്ഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഐ ബി ഡിയുടെ ഭാഗമായിട്ടുള്ള ക്രോൺസ് ഡിസീസോ അൾസറേറ്റീവ് കൊളൈറ്റിസോ ഒക്കെ പോലെയുള്ള ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ആണോ എന്നുള്ളത് ബയോപ്സിയിലൂടെ പരിശോധിച്ച് മനസ്സിലാക്കുകയും കൂടുതൽ കോംപ്ലിക്കേഷൻസിലോട്ട്, സങ്കീർണതകളിലോട്ട് പോകാതെ തടഞ്ഞു നിർത്തുന്ന കൃത്യമായിട്ടുള്ള മാനേജ്മെന്റ് സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഐ ബി എസിന്റെ ലക്ഷണങ്ങളോടുകൂടി മലത്തിൽ രക്തവും കഫവും അമിതമായിട്ട് കാണുക, മെലിച്ചിലുണ്ടാകുക, വെയിറ്റ് ലോസ് ഉണ്ടാകുക തുടങ്ങിയ ലക്ഷണങ്ങൾ, വാർണിംഗ് സൈൻസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ സമീപിച്ചുകൊണ്ട് കൊളോണോസ്കോപ്പി പോലെയുള്ള അല്ലെങ്കിൽ മറ്റു രക്തപരിശോധനകൾ പോലെയുള്ള രക്തപരിശോധനകൾ നടത്തുകയും ഐ ബി ഡി ആണോ ഐ ബി എസ് ആണോ എന്ന് വേർതിരിക്കുകയും ചെയ്യേണ്ടത് നിർബന്ധമുള്ള ഒരു കാര്യമാണ്.